നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ ഇന്ന് അന്തിമഘട്ടത്തിൽ. ഇന്നത്തെ വോട്ടെടുപ്പ് കൂടി കഴിഞ്ഞാൽ വൈകിട്ട് 7 മണിയോടെ കേരളമടക്കം വിവിധ സംസ്ഥാനങ്ങളിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവരും. ആര് ജയിക്കും? ശരിക്കും അതറിയാൻ മെയ് 4 വരെ കാത്തിരിക്കണം. എങ്കിലും ഇന്ന് സൂചനകൾ അറിയാമെന്നാണ് വോട്ടർമാരുടെ വിശ്വാസം. അതിന്റെ ടെൻഷൻ വിപണിയിലുമുണ്ട്. എക്സിറ്റ് പോൾ സാധാരണയായി വോട്ടർമാരുടെ പ്രതികരണത്തെ അടിസ്ഥാനമാക്കി തയ്യാറാക്കുന്ന ഒരു പ്രാഥമിക വിലയിരുത്തലാണ്. എന്നാൽ ബിസിനസ് ലോകത്ത് ഇതൊരു പ്രധാന സെന്റിമെന്റ് ഇൻഡിക്കേറ്റർ. എക്സിറ്റ് പോൾസ് പുറത്തു വന്ന ഉടനെ തന്നെ ഓഹരി വിപണികൾ പ്രതികരിക്കുന്നത് പതിവാണ്. വ്യക്തമായ ഭൂരിപക്ഷം സൂചിപ്പിക്കുന്ന പ്രവചനങ്ങൾ വരുമ്പോൾ നിക്ഷേപകരുടെ ആത്മവിശ്വാസം ഉയരും. പ്രത്യേകിച്ച് ഇൻഫ്രാസ്ട്രക്ചർ, ബാങ്കിംഗ്, പബ്ലിക് സെക്ടർ മേഖലകളിൽ മുന്നേറ്റം കാണുകയും ചെയ്യും. അനിശ്ചിതത്വം സൂചിപ്പിക്കുന്ന പ്രവചനങ്ങൾ വന്നാൽ വിപണിയിൽ വൊളാറ്റിലിറ്റി വർദ്ധിക്കുകയും നിക്ഷേപകർ കൂടുതൽ സൂക്ഷ്മമായ സമീപനം സ്വീകരിക്കുകയും ചെയ്യും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിലാണ് ഇതൊക്കെ ശരിക്കും വിപണിയിൽ പ്രതിഫലിക്കുന്നത്. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണെങ്കിലും ദേശീയ തലത്തിൽ തന്നെ അതിന് രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ജനവികാരം എങ്ങോട്ട് നീങ്ങുന്നു എന്ന പ്രവണത അതിൽ നിന്ന് കിട്ടുമെന്നാണ് വിശ്വാസം. പോരാത്തതിന് പല പ്രമുഖ കമ്പനികളുടെയും വേരു നിൽക്കുന്ന സംസ്ഥാനങ്ങൾ തിരഞ്ഞെടുപ്പ് നടക്കുന്നവയുടെ കൂട്ടത്തിലുണ്ട്. പോളിസി കണ്ടിന്യൂറ്റിയെ ഫലം സ്വാധീനിക്കാം. എക്സിറ്റ് പോൾസിന്റെ കൃത്യത എല്ലായ്പ്പോഴും ഉറപ്പുള്ളതല്ല. അതിനാൽ എക്സിറ്റ് പോൾസിനെ അന്തിമ ഫലമായി കാണാതെ ഒരു പ്രാഥമിക സൂചനയായി മാത്രം വിലയിരുത്തുന്നതാണ് നിക്ഷേപകരും ബിസിനസ് നേതാക്കളും സ്വീകരിക്കുന്ന ശരിയായ സമീപനം. ഫലം പുറത്തു വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആര് വിജയിച്ചു എന്നതിലുപരി ഭൂരിപക്ഷത്തിന്റെ ശക്തിയും അതിന്റെ പോളിസി ഡയറക്ഷനിലുള്ള പ്രതിഫലനവുമാണ്. ഇത്തരം കൂടുതൽ ഇൻസൈറ്റ്സിന് ധനം ഓൺലൈൻ ഫോളോ ചെയ്യൂ.